കേളിന്ന് പണ്ട് നമ്മൾ മാനുവലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ റബ്ബർ സൊല്യൂഷൻ ഇങ്ങനെ ഒരു ട്യൂബ് വഴി ഇങ്ങനെ വരും. അത് വെച്ചിട്ടാണ് സ്റ്റിൽസൊക്കെ ഒട്ടിച്ചുകൊണ്ടിരുന്നത്. ആ റബ്ബർ സൊല്യൂഷന് പ്രത്യേകതയുണ്ട്. അത് നമ്മളിങ്ങനെ പേപ്പറിലിങ്ങനെ അതിങ്ങനെ ഒഴുക്കി ഒരു ടൈറ്റിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നൂല് പോലെയൊക്കെ വലിഞ്ഞ് പേപ്പറിൽ പറ്റും. കേളിന്ന് വളരെ റഫായിട്ട് ഇങ്ങനെ ഒക്കെ വരച്ച് ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് റബ്ബർ സൊല്യൂഷൻ ഇങ്ങനെ എട്ടുകാലി വല പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ ഇങ്ക് സ്പ്രേ ചെയ്തു. പുറത്ത് സ്പ്രേ ചെയ്ത് ഇന്ത്യൻ ഇങ്ക് പെട്ടെന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ റബ്ബർ സൊല്യൂഷൻ മുഴുവൻ പൊളിച്ച് കളഞ്ഞു. അപ്പോൾ റബ്ബർ സൊല്യൂഷൻ കൊണ്ട് എഴുതിയ കേളിയുടെ അത്രയും സ്ഥലത്ത് മാത്രം ഇങ്ക് പറ്റാതെ അത് വൈറ്റായിട്ട് അതിനകത്ത് തെളിഞ്ഞു വന്നു. അപ്പോൾ അത് പുള്ളിക്ക് എത്ര ശ്രമിച്ചിട്ടും എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ള സ്വയം കണ്ടെത്താനായിട്ട് പറ്റിയില്ല.